കുടമില വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രീൻ പീസ് മുട്ട മിക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ചട്ടി അടപ്പിൽ വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പകുതി സവോള നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. അതിനകത്ത് സവോള പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 അരിഞ്ഞത് അതും ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പകുതി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാല 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേനും നമുക്ക് 2 മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും കൂടി ആയിട്ട് നല്ലപോലെ ചിക്കി ഒരു തോരൻ പരുവം പോലെ നമ്മൾ ചിക്കി തോർത്തി എടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതാണ്ട് നല്ലപോലെ തോർത്തി എടുക്കുക. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് പിന്നെ അത്താഴം കഴിക്കാനും ഒരു നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും നമുക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ. കഴിക്കുമ്പോഴത്തേനും നമ്മൾ ഇതും കൂടി ആഡ് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. അത് ആ പകുതി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുക. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. പെട്ടെന്ന് കൊച്ചുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു തോരനും കൂടിയാണിത്. നമുക്ക് ഏത് ചായയുടെ കടിയുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഞാനിവിടെ ഉണ്ടാക്കി കഴിച്ച് നല്ല അടിപൊളി ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് അത് പരീക്ഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് നമുക്ക് സമൂസയുടെ ഷീറ്റ് മേടിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്ത് സമൂസ ഉണ്ടാക്കാനും നല്ലതാട്ടോ. നോമ്പിനൊക്കെ നിങ്ങൾക്ക് സമൂസ ഉണ്ടാക്കുമ്പോൾ ഈ ഫില്ല് നിറച്ച് നമുക്ക് സമൂസ ഉണ്ടാക്കാം. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ശുഭദിനം.